സ്ക്വിഡ് ഗെയിം സീസൺ 3 ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ടായിരുന്നു. സ്ക്വിഡ് ഗെയിം ഡൈ ഹാർഡ് ഫാൻസൊക്കെ ഇത് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സമയം കൊണ്ട് തന്നെ. ഞാൻ ഇത് ശനിയാഴ്ച തുടങ്ങി ഞായറാഴ്ച 2 ദിവസം കൊണ്ടാണ് തീർത്തത്. വീഡിയോ ഇടണമെന്ന് കരുതിയതല്ല, പക്ഷേ ഈ ഓൺലൈനിൽ നോക്കുമ്പോൾ മൊത്തം ഇതിൽ ഭയങ്കര നെഗറ്റീവ് സ്പ്രെഡ് ആവുന്നു. പിന്നെ ഏറ്റവും മെയിൻ കാര്യം, ഇത് പലരും ഇറങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല. പിന്നെ മലയാളത്തിൽ നിന്ന് ഒരു പ്രോപ്പർ റിവ്യൂ ഇതിനങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതിന് കാരണം പലരും ഇത് ഇറങ്ങിയ കാര്യം പോലും അറിഞ്ഞിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് വളരെ പ്രൊമോഷൻ കുറഞ്ഞാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം അൺവാണ്ടഡ് ഹെയ്റ്റ് വേണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും. അത് വെറുതെ അല്ല, ഹെയ്റ്റ് മനഃപൂർവ്വമുള്ളതല്ല. പോരാ, സാധനം പോരാ, അത് സത്യമാണ്. സീസൺ 1 ആ ഒരു ലെവൽ നിന്നിട്ട് അതിൻ്റെ ഒരു പരിസരത്തോട്ട് പോലും എത്താത്ത 2 സീസണാണ് 2ഉം 3ഉം. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര അൺവാണ്ടഡ് ഹെയ്റ്റൊക്കെ കണ്ട് നിങ്ങളിത് കാണാതിരിക്കുവാണ്. നിങ്ങൾ സീസൺ 1 ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പരിസരത്തോട്ടേ വരണ്ട. 1 ഇഷ്ടപ്പെട്ട് 1ൻ്റെ ഫാനായിട്ടും നിങ്ങൾ 2ഉം കണ്ടു, അല്ലെങ്കിൽ 2 കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത് ഈ 2 നെഗറ്റീവ് റിവ്യൂ കണ്ടുകൊണ്ട് കാണാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ തീർത്തോളൂ. ഇത് ഫിനിഷ് ചെയ്യാനുള്ളൊരു സീരീസ് തന്നെയാണ്, അത്രയും മോശമല്ല. അതാണ് ഞാനിത് പറയാൻ കാരണം. ഉറപ്പായിട്ടും 1 സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്കിൻ്റെ 10-1 പോലും 2ഉം 3ഉം വന്നിട്ടില്ല. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി സീസൺ 3 2വിനേക്കാളും ബെറ്ററാണ്. നിങ്ങൾ 2 കണ്ടിട്ടിരിക്കുന്നവരാണ് 3 ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, കാരണം 2വിനേക്കാളും ബെറ്ററാണ് 3. 6 എപ്പിസോഡേ ഉള്ളൂ, 6 മണിക്കൂറിനടുത്തേ ഉള്ളൂ. അതിൽ തന്നെ 2 എപ്പിസോഡ് ഫുൾ ഗെയിംസ് ആണ്. മൊത്തം 3 ഗെയിമേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ 2 ഗെയിം നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് എപ്പിസോഡ് വരുന്നൊരു ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു മണിക്കൂർ ആ ഗെയിം മാത്രമാണ്, നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല, അത്രയും ഫാസ്റ്റാണ്. രണ്ടാമത് വരുന്ന ഗെയിമും അടിപൊളിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് വന്ന ആ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തേർഡ് ഗെയിം ആയത് ഒരു 5th എപ്പിസോഡാണ്. അപ്പം ആദ്യത്തെ 4 എപ്പിസോഡ് നല്ല രസമായിരുന്നു. പക്ഷേ 5ഉം 6ഉം എപ്പിസോഡ് കൊണ്ട് കളഞ്ഞ് കല ഉടച്ചു. സകല ഇമ്പ്രഷനും കൊണ്ട് കളഞ്ഞു. നമുക്ക് ഭയങ്കര നിരാശയായി പോകും. പ്രത്യേകിച്ച് ഇതിൽ 6ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു 20 മിനിറ്റിനൊക്കെ ശേഷം തന്നെ ഈ പരിപാടി കഴിയും. പിന്നത്തെ 40 മിനിറ്റ് ആഫ്റ്റർ പരിപാടികളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സീസണിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിനൊരു പർപ്പസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിലോട്ട് വരുമ്പം ഫസ്റ്റ് സീസൺ തീരുന്നത് ഈ സീസണിൽ നായകൻ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഈ സീസണിൻ്റെ പർപ്പസ്. സീസൺ 2 മാത്രമായിരുന്നു, ലെങ്ത് കൂടിയതുകൊണ്ട് 3 കൂടെ ആക്കിയതാണ്, അങ്ങനെ ആയതാണ്. അപ്പം ഈ ഒരു വർഷത്തെ സ്ക്വിഡ് ഗെയിമിൻ്റെ പർപ്പസ് അതായിരുന്നു. പക്ഷേ അതെന്താണെന്ന് ഇവർ മറന്നുപോയിട്ട് ഇവരൊരു എന്താ പറയുക, സാഡിസ്റ്റുകളായിട്ട് ആ ഒരു രീതിയിലൊക്കെ പർപ്പസ് എന്താണെന്ന് മറന്നുപോയി. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതൊരു പർപ്പസ് ഉണ്ടല്ലോ, ആ പർപ്പസ് ഇവർ വിട്ടുപോയിട്ട് വേറെ എന്തൊക്കെയൊക്കെ കാണിച്ച് ഇതിൻ്റെ മറ്റ് യൂണിവേഴ്സുകൾ വരുന്നുണ്ട്, ഇപ്പോൾ അടുത്ത അമേരിക്കൻ യൂണിവേഴ്സ് വരുന്നുണ്ടെന്നൊക്കെ കാണിച്ചാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല, എന്നാൽ പറയുന്ന അത്ര നെഗറ്റീവ് അത്രയും ഇതല്ല, ഒരു ഡീസൻറ്റ് രീതിയിൽ പോകുന്നുണ്ട്. ആദ്യത്തെ 4 എപ്പിസോഡ് നല്ലതാണ്, സെക്കൻഡ് സീസണേക്കാളും ഫാർ ബെറ്ററാണ്. അപ്പോൾ സെക്കൻഡ് സീസണും ഫസ്റ്റ് സീസണും നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നതാണ്, ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സീരീസ് അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നുമില്ല.